friends, welcome to Shali's kitchen. ഇന്ന് ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പലരും അരിയുണ്ട ഉണ്ടാക്കാറുണ്ടെങ്കിലും ചിലർക്ക് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ റെസിപ്പി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് അരിയാണ്. നിങ്ങൾക്ക് വൈറ്റ് റൈസ് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ബ്രൗൺ റൈസ് മട്ട അരി അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ 1.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഓക്കെ, ഒരു പാൻ ഓൺ ചെയ്യുക, അതിലേക്ക് നമ്മളുടെ കഴുകി വെച്ച് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. ആൻഡ് ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അരി ഇങ്ങനെ പൊട്ടി തുടങ്ങും. അതുപോലെ എല്ലാ അരി ഇതുപോലെ ഇങ്ങനെ പൊട്ടി വരണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ബ്രൗൺ കളറാവും, അതുവരെ നമുക്കിതിങ്ങനെ വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ വറുത്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ അരി നന്നായി പൊട്ടി വരുന്നുണ്ട്, നന്നായി ഫ്രൈ വരുന്നുണ്ട്. കുറച്ചും കൂടി ഇത് ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് കുറച്ചായിട്ട് മിക്സിയിലെടുത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. പൊടി ഇതുപോലെ പൊടിച്ചെടുക്കണം. ഓക്കെ, ഇത് വലിയ തേങ്ങ ചിരകിയത് ഞാൻ അരിയുണ്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയും ഞാൻ മിക്സിയിലിട്ടിട്ടുണ്ട്. ഇതും ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നമ്മളുടെ അരി പൊടിച്ചതിലേക്ക് ഇതുപോലെ ചതച്ച് വെച്ച തേങ്ങ ഫുള്ള് ഇട്ട് കൊടുക്കുക. ഒരു വലിയ കട്ട ശർക്കര ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതാക്കി മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഇതിലിട്ടിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഫുള്ളിതും മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ചെയ്തിട്ട് വീണ്ടും കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി ശർക്കര പാനി ഇട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് പിടിച്ചെടുക്കാം കേട്ടോ. കുറച്ചെടുത്തിട്ട് കൈകൊണ്ട് തന്നെ എടുത്തിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഉണ്ടയും ഇതുപോലെ പിടിച്ചെടുക്കാം. സോഫ്റ്റ് അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൻ. ബൈ.